ഒരു കാലത്ത് ജലസമൃദ്ധിയാൽ നാടിന്റെ ജീവനാഡിയായിരുന്ന ചിറയൻകീഴ് കടകം നദി ഇന്ന് കേവലം ഒരു മാലിന്യവാഹിനിയായി മാറിക്കഴിഞ്ഞു. വാമനപുരം നദിയുടെ പ്രധാന കൈവരികളിലൊന്നായ ഈ ആറ് അധികൃതരുടെ അവഗണനയും ജനങ്ങളുടെ അശ്രദ്ധയും മൂലം നാശത്തിന്റെ വക്കിലാണ്. കടകമാറിന്റെ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. നദിയുടെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണും മണ്ണിടിഞ്ഞും ഒഴുക്ക് നിലച്ചിരിക്കുന്നു. ഇതിനു പുറമെ പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമായി കെട്ടിപ്പൊതിഞ്ഞ നിലയിൽ ഗാർഹിക അറവു മാലിന്യങ്ങൾ ആറ്റിലേക്ക് തള്ളുന്നത് പതിവായിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും അജൈവ മാലിന്യങ്ങളും അടിഞ്ഞുകൂടി നദി ഒരു ചതുപ്പുനിലത്തിന് സമാനമായി മാറിയിരിക്കുന്നു. വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചതോടെ പ്രദേശം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന മാലിന്യജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നു. ദുർഗന്ധം വമിക്കുന്ന വെള്ളം സമീപത്തെ കിണറുകളിലെ ജലസ്രോതസ്സുകളെ പോലും മലിനമാക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആറാണ് ഈ ശാർക്കര ആറ്. ഈ ശാർക്കര ആറിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളം ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയെ കാണുകയാണ്. മാലിന്യങ്ങളുടെ ഒരു കേന്ദ്രമായിട്ടാണ് ഈ ശാർക്കര ആറ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തടി കഷണങ്ങളും മറ്റു കാര്യങ്ങളും ഈ ആറ്റിൻ്റെ കുറുകെ കിടക്കുന്നുണ്ട്. വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകളും മറ്റും ഭയങ്കര ശല്യമായിട്ട് പൊതുജനങ്ങൾക്ക് ഭയങ്കര ശല്യമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് ശാർക്കര ആറിൻ്റെ പ്രദേശം മാറിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാം. ഈഞ്ചക്കൽ ഭാഗം മുതൽ പില്ല് പകുതി കൂടുതൽ ഭാഗത്ത് പില്ല് വളർന്നു കിടക്കുകയാണ്. അപ്പോൾ ജലത്തിൻ്റെ ഒഴുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. തൊട്ടപ്പുറത്തൊരു എരിപ്പാലം ഭാഗത്തൊരു അട കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെയും വെള്ളം കെട്ടി നിൽക്കുകയും അവിടെയും പില്ലിൻ്റെ വളരെയധികം കൂടുതൽ ആ വെള്ളം തന്നെ വളരെ ശുദ്ധീകരിച്ച വെള്ളമല്ലാത്ത രീതിയിലാണ് ഒരു ചെറിയൊരു സ്മെല്ലോട് വെള്ളമാണ് അവിടെ വന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തീകരിക്കുകയും അതുപോലെ തന്നെ ആറ്റിലോട്ട് ഒഴുകുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സൈഡ് വാളൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതിന് മെയിൻ്റെനൻസ് ആയിട്ട് എനിക്ക് 1 വർഷങ്ങളായി എന്നാണ് തോന്നുന്നത്. മെയിൻ്റെനൻസ് ആയിട്ട് ഒരിക്കൽ മെയിൻ്റെനൻസ് കഴിഞ്ഞ വർഷം എടുത്തിട്ട് വളരെ കുറച്ച് ഭാഗങ്ങൾ എരിപ്പാലം മുതൽ അങ്ങോട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഈഞ്ചൽ ഭാഗങ്ങൾ മാത്രമാണ് ഇതിൻ്റെ സൈഡ് വാൾ കെട്ടി സംരക്ഷിച്ചിട്ടുള്ളത്. ശാർക്കര എരിപ്പാലം മുതൽ ഏകദേശം മൂന്നാച്ചി മുക്ക് വരെ ഇതിൻ്റെ സൈഡ് വാൾ കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ശാർക്കര ആറ് നമുക്ക് അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുള്ള സമയത്ത് മാത്രം ഒഴുക്ക് വരികയും അല്ലാത്ത സമയത്ത് ഈ വെള്ളങ്ങൾ കെട്ടിക്കിടന്ന് പൊതുജനങ്ങൾക്ക് ഭയങ്കര ശല്യമായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. പിന്നെ തൊട്ടുമുള്ള മരങ്ങൾ വൃക്ഷങ്ങൾ മൊത്തവും ഈ ശാർക്കര ആറിൻ്റെ ചുറ്റും വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വൃത്തിയാക്കുന്നതിന് നടപടി സ്വീകരിച്ച് പോകണം. ഈ ശാർക്കര ആറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിച്ച് പോകണമെന്നാണ് പൊതുപ്രവർത്തകനിൽ എനിക്ക് പറയാനുള്ളത്. നാടിന്റെ പൈതൃകവും പ്രകൃതി സമ്പത്തുമായ കടകമാറിനെ സംരക്ഷിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ആവശ്യം. നദിയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യാനും മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇറിഗേഷൻ വകുപ്പും തയ്യാറാകണം.